21 അധ്യായം 18-19 വാക്യം നമുക്ക് വായിക്കാം. അവനവനെ ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. വയസ്സനായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതിനാൽ അവൻ ഇന്നവിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് അവൻ സൂചിപ്പിച്ചു. ഇത് പറഞ്ഞിട്ട് എന്നെ അനുഗമിക്കുക എന്ന് യേശു പത്രോസിനോട് പറഞ്ഞു. ഈ അടുത്ത ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരാണ് വേടൻ എന്ന് പറയുന്ന ഒരു പേര്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ദിവസങ്ങളിൽ നമ്മുടെ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ പേരുകൾ, അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് വരുന്നുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു റാപ്പറാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പാട്ടുകളിലെ വരികൾ നമ്മുടെയൊക്കെ വളരെ ആഴത്തിൽ സ്വാധീനിക്കുന്ന, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ലിറിക്സ് ആണ് അദ്ദേഹത്തിന്റെ പാട്ടിലെ വരികളൊക്കെ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഇത്രയധികം ഫേമസ് ആയി മാറിയത്. പൊതുവെ അടിച്ചമർത്തപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയാണ് അദ്ദേഹം തന്റെ പാട്ടുകളൊക്കെ രചിച്ചിരിക്കുന്നത് എന്നുള്ളത്. അദ്ദേഹത്തിന്റെ എല്ലാ പാട്ടുകളുടെയും ഒരു തീം അതാണ്. അടിച്ചമർത്തപ്പെട്ട ആളുകൾ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർന്നു വരണം എന്നുള്ള ഒരു വലിയ ചിന്താഗതി അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നമുക്ക് ദർശിക്കാം. എന്നാൽ സങ്കടകരം എന്ന് പറയട്ടെ, അടുത്ത ദിവസം അദ്ദേഹത്തെ ലഹരിയുടെ ഉപയോഗത്തിന്റെ പേരിൽ അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അതോടുകൂടി അദ്ദേഹം കുറച്ചും കൂടി പ്രസിദ്ധനായി തീർന്നു. വീണ്ടും അദ്ദേഹത്തിന് ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ അത് നമ്മൾ ടിവികളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ അടുത്ത ദിവസം വേടന്റെ ഒരു സ്റ്റേജ് ഷോയിൽ കണ്ട ഒരു കാഴ്ച, ഒരു പെൺകുട്ടി അദ്ദേഹത്തിനോടൊപ്പം വേദിയിൽ കയറി ചെന്ന് അദ്ദേഹത്തിന് ഒരു ഫോട്ടോ ഫ്രെയിം ഗിഫ്റ്റ് കൊടുത്തു എന്നുള്ളത്. ആ ഫോട്ടോയിൽ ഈ വേടന്റെ പടം തന്നെയാണ് ആ പെൺകുട്ടി വരച്ചിരിക്കുന്നത്. എന്നാൽ ആ ചിത്രത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. ആ പെൺകുട്ടി അവളുടെ രക്തം കൊണ്ടാണ് ആ വേടന്റെ പടം വരച്ചത് എന്നുള്ളതാണ് ആ ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ സ്വന്തം ശരീരത്തിലെ രക്തം ഉപയോഗിച്ച് ആ വേടന്റെ ചിത്രം അവൾ വരച്ചിട്ടുണ്ട് എങ്കിൽ എത്രത്തോളം വേടനോട് ആരാധനയും ബഹുമാനവും, വേടൻ എത്രത്തോളം അവളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. അല്ലെ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ വേടനെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് ആ പെൺകുട്ടിയെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. നാം ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മളെയൊക്കെ അത്തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പലരെയും ആരാധിക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ്. ഒരു പക്ഷേ അത് സച്ചിൻ ടെണ്ടുൽക്കർ ആയിരിക്കാം, അല്ലെങ്കിൽ വിരാട് കോഹ്ലി ആയിരിക്കാം, അല്ലെങ്കിൽ പാട്ടുകാരൻ യേശുദാസ് ആയിരിക്കാം, അല്ലെങ്കിൽ ആക്ടർ ഷാരൂഖ് ഖാൻ ആയിരിക്കാം, മോഹൻലാൽ ആയിരിക്കാം, മമ്മൂട്ടി ആയിരിക്കാം. അങ്ങനെ പലവിധമായിട്ടുള്ള ആളുകൾ, അവരെയൊക്കെ ആരാധിക്കുന്ന ആളുകളാണ് നാം എല്ലാവരും. പക്ഷേ അവരെ നാം ആരാധിക്കുമ്പോഴും അവരെ നാം ഫോളോ ചെയ്യുമ്പോഴും പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അനുഗ്രഹങ്ങൾ ലഭിക്കും, അല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നില്ല, ഗുണം ഒന്നുമില്ല. ഈ പണ്ട് ഞാൻ എൻ്റെ ഭവനത്തിലായിരിക്കുമ്പോൾ ക്രിക്കറ്റ് കളി ഉള്ളപ്പോൾ ഇവിടെ ക്രിക്കറ്റ് കാണാൻ, അപ്പോൾ അവരിങ്ങനെ ഓരോ 6 4 ഒക്കെ അടിക്കുമ്പോൾ ഞാനിങ്ങനെ കൈയടിക്കുമായിരുന്നു. ഭയങ്കര ഉച്ചത്തിൽ കൈയടിക്കും, ഭയങ്കര ആരാധന നടത്തും. അപ്പോൾ പപ്പ എൻ്റെ മമ്മിയോട് പറയുമായിരുന്നു, ചെറുക്കൻ്റെ കൈയിട്ടടിയും അവൻ്റെ ഒച്ച ബഹളമൊക്കെ കണ്ടാൽ തോന്നും അവരാണ് ഇവരിവിടെ വന്ന് ഭക്ഷണം കൊടുക്കുന്നത് എന്ന് തോന്നുമായിരുന്നു. ഇവർ ഈ ടിവിയുടെ മുമ്പിലിരിക്കുമ്പോൾ ഇവർ എന്തെങ്കിലും ഗുണമുണ്ടോ, അല്ലെങ്കിൽ ഇവരെ ആരാധിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഈ ചെറുക്കന് കിട്ടുന്നുണ്ടോ എന്ന് പപ്പ മമ്മിയോട് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഇവരെയൊക്കെ ആരാധിക്കുന്നത് കൊണ്ടോ ഇവരെയൊക്കെ ഫോളോ ചെയ്യുന്നത് കൊണ്ടോ അനുവാദം ചെയ്യുന്നത് കൊണ്ടോ പ്രത്യേകിച്ച് ഗുണമൊന്നും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്.
തന്റെ ജീവിതത്തിലൂടെയും വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു നൽകുകയും ഉറപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതായത് നാം യേശു കർത്താവിനെ അനുവാദം ചെയ്താൽ, അനുഗമിച്ചാൽ അവൻ നമ്മെ ഒരിക്കലും വഴിയിൽ ഉപേക്ഷിച്ചു പോകില്ല. ഒരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അവൻ നമ്മെ തള്ളിക്കളയുകയില്ല. എനിക്കോ നിങ്ങൾക്കോ ഒരു വീഴ്ച സംഭവിച്ചാൽ ആ വീഴ്ചയുടെ അനുഭവത്തിൽ നമ്മെ നിന്ദിക്കുകയോ പരിഹസിക്കുകയോ കളിയാക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ നിനക്കിത് തന്നെ വരണം എന്നുള്ള ഒരു അഭിപ്രായവും യേശു കർത്താവ് പറയില്ല. മറിച്ച് നമ്മുടെ വേദനകളിൽ, നമ്മുടെ പ്രയാസങ്ങളിൽ, നമ്മുടെ ഏത് സാഹചര്യങ്ങളിലും നമ്മോട് കൂടെ ഇരിക്കുമെന്നുള്ള വലിയൊരു ഉറപ്പാണ് യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങൾ സകലരെയും ശിഷ്യരാക്കിക്കൊള്ളുക എന്നുള്ള ആ ഒപ്പം ഒരു വലിയ ഉറപ്പ് നമുക്ക് നൽകുന്നു. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും. ലോകത്തിൽ മറ്റു ഓരോ നേതാവും മറ്റു പ്രസിദ്ധമായിരിക്കുന്ന ഒരാളുകളും ഇത്തരത്തിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഞാനോ ലോകാവസാനത്തോളം ഈ എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും എന്നുള്ളത്. നമ്മുടെ ഈ 2 ദിവസങ്ങളിൽ ചിന്തിച്ചത് ബി ഡിസൈപ്പിൾ എന്നുള്ള ചിന്താവിഷയമാണ്. യേശു ക്രിസ്തുവിന്റെ ശിഷ്യരാകുക. എങ്ങനെ നമുക്ക് യേശു കർത്താവിന്റെ ശിഷ്യനായി തീരാമെന്നും ശിഷ്യനായാൽ നമ്മുടെ മിഷൻ എന്താണ് എന്നും നാം കേട്ടു. ഇന്ന് പകലിൽ അതിനോട് ചേർന്ന് ഞാൻ ഒരു വാക്യം കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതാണ് നാം വായിച്ചു കേട്ട വേദഭാഗം. അവിടെ യേശു കർത്താവ് പത്രോസിനോട് തന്റെ ശിഷ്യത്വത്തിൽ പത്രോസിനെ ഉറപ്പിച്ചതിന് ശേഷം പത്രോസിനോട് പറയുന്ന മനോഹരമായിട്ടുള്ള വാക്കാണ് അവിടെ. പത്രോസിനോട് യേശു കർത്താവ് പറയുകയാണ്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി നിനക്ക് ഇഷ്ടമുള്ളവരുടെ എല്ലാം ചെയ്തു, നീ പോയി. എന്നാൽ വയസ്സായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിന്നെ അരകെട്ടുകയും നിനക്ക് ഇഷ്ടമില്ലാത്തടത്ത് നിന്നെ കൊണ്ടുപോകുകയും ചെയ്യും എന്ന് പറഞ്ഞു. ഇവിടെ പത്രോസിനെ കർത്താവ് 3 ചോദ്യങ്ങളിലൂടെ തന്റെ ശിഷ്യത്വത്തിൽ വീണ്ടും ഓർപ്പിച്ചതിന് ശേഷം അതിന്റെ ഏറ്റവും ഒടുവിലായി പത്രോസിനോട് യേശു കർത്താവ് പറയുകയാണ്, നീ എന്നെ അനുഗമിക്കുക എന്ന് പറയുകയാണ്. ഇവിടെ ഈ വാക്യത്തിൽ നമുക്ക് 2 കാര്യങ്ങൾ കാണാം. ഒന്ന്, പത്രോസിന്റെ ഇനിയുള്ള ജീവിതം എങ്ങനെയാണ് എന്ന് യേശു കർത്താവ് പറയുന്നു. മാത്രമല്ല പത്രോസിന്റെ മരണം എപ്രകാരമായിരിക്കുമെന്നും ഈ വാക്യത്തിലൂടെ യേശു കർത്താവ് പറയുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ഈ നാടുകളിലെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഈ ക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് തന്നെയാണ്. ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ വേണ്ടി, ക്രിസ്തുവിനെ ഫോളോ ചെയ്യുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരായിട്ടുള്ള ആളുകളാണ് നമ്മൾ. അങ്ങനെയുള്ള നമ്മോട് യേശു കർത്താവ് പറയുന്നത്, നാം യേശു കർത്താവിനോട് ചേർന്ന് യേശു കർത്താവിന്റെ ശിഷ്യരായി മാറണം എന്നുള്ളതാണ്. അങ്ങനെ ശിഷ്യരായി മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ്. എന്താണ് ആ മാറ്റം എന്നതാണ് യേശു കർത്താവിന്റെ പത്രോസിനോട് പറയുന്നത്. ആ മാറ്റം എന്ന് പറയുന്നത്, ഇനി മുതൽ നമ്മെ നയിക്കുന്നത്, നാം ക്രിസ്തുവിന്റെ ശിഷ്യനായി തീർന്നു കഴിഞ്ഞാൽ ഇനി മുതൽ നമ്മുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പത്രോസിനോട് പറഞ്ഞത്, നീ ഇതുവരെ നിന്റെ ഇഷ്ടത്തിന് അരകെട്ടി, നീ നിനക്ക് ഇഷ്ടമുള്ളവരുടെ ഒക്കെ ചെയ്തു പോയി. ഇന്ന് മുതൽ പക്ഷേ നീ എന്റെ ശിഷ്യനാണ്. നീ എന്റെ ശിഷ്യനായി നിന്നെ ഞാൻ വിളിച്ച് തെരഞ്ഞെടുത്ത് നിന്നെ അത് ഉറപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനി മുതൽ നിനക്ക് നിന്റെ ഇഷ്ടമല്ല, മറിച്ച് ഇനി നിന്നെ അരകെട്ടി നിന്നെ നിയന്ത്രിക്കുന്നത് ഞാനാണ് എന്ന് കർത്താവ് പത്രോസിനോട് പറയുകയാണ്. അതായത് ഇനി മുതൽ പത്രോസിന്റെ നിയന്ത്രണം എന്ന് പറയുന്നത് യേശു കർത്താവിന്റെ കയ്യിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ശിഷ്യനായി നാം തീർന്നു കഴിഞ്ഞാൽ യേശു കർത്താവിനെ തന്റെ എല്ലാമായി, നമ്മുടെ എല്ലാമായി സ്വീകരിച്ച് യേശു ക്രിസ്തുവിനെ മാത്രമേ ഞാൻ ഇനി അനുഗമിക്കൂ എന്നുള്ള ഒരു തീരുമാനം ദൈവസന്നിധിയിൽ നാം ഉറപ്പിച്ച് ഏറ്റെടുത്തു കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, പിന്നെ നമ്മെ നിയന്ത്രിക്കുന്നത്
ശിഷ്യന്മാരായി നാം തീരുമ്പോൾ ദൈവം നമ്മുടെ നിയന്ത്രണം ഏറ്റെടുക്കും എന്നുള്ളതാണ്. ഈ പൊതുവെ നമ്മെ ഒരാൾ നിയന്ത്രിക്കുകയും നമ്മെ ഒരാൾ കൺട്രോൾ ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ച് ഇഷ്ടമുള്ള കാര്യമല്ല. അല്ലെ, നമ്മളെ ഒരാൾ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരും സമ്മതിക്കുന്നത്. എന്നാൽ ഇവിടെ യേശു കർത്താവ് നമ്മെ നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നമ്മെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ സമ്മതിക്കില്ല എന്നുള്ളതല്ല. നമുക്ക് നമ്മെ നിയന്ത്രിക്കുമ്പോൾ അതോടൊപ്പം നമുക്ക് സ്വാതന്ത്ര്യം നൽകും എന്നുള്ളതാണ് ദൈവത്തിന്റെ നിയന്ത്രണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ആദമിനെയും ഹവ്വായെയും ദൈവം മനോഹരമായ ഏദൻ തോട്ടത്തിൽ ആക്കി. എല്ലാ സ്വാതന്ത്ര്യം കൊടുത്ത് ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ: തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ ചെയ്യരുത്, കഴിക്കരുത്. ഓപ്ഷൻ ഉണ്ടാവും, അല്ലെ? വേണമെങ്കിൽ കഴിക്കാം, വേണമെങ്കിൽ കഴിക്കണം. ആ ഒരു ഫീൽഡിൽ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ ശിഷ്യനായി നിൽക്കുമ്പോൾ ദൈവം നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നിയന്ത്രണമാണ് യേശു കർത്താവ് നമ്മുടെ മേൽ വരുത്തുന്നത്. എന്നാൽ യേശു കർത്താവ് നമ്മളെ വെറുതെ നിയന്ത്രിക്കുകയല്ല. തന്റെ ശിഷ്യരായി നമ്മെ തിരഞ്ഞെടുക്കുമ്പോൾ, നാം ശിഷ്യരായി തീരുമ്പോൾ യേശു ക്രിസ്തു നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് വെറുതെ നമ്മളെ പറഞ്ഞുവിടുകയല്ല. മറിച്ച് യേശു ക്രിസ്തു നമ്മോടൊപ്പം മറ്റൊരു കാര്യസ്ഥനെ കൂടി അയക്കുന്നുണ്ട് എന്നുള്ളതാണ് യേശു കർത്താവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. യേശു കർത്താവിന്റെ ഉയർപ്പിന് ശേഷം അതുവരെ യേശു ക്രിസ്തുവിനോട് കൂടെ നടന്ന എല്ലാ ശിഷ്യന്മാരും പോയി. എല്ലാവരും ഓടിപ്പോയി. എല്ലാവർക്കും ഭയമായി തിരികെ സുശേഷത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരെല്ലാം ഭയപ്പെട്ട് ഒരു വീടിന്റെ റൂമിലേക്ക് അടച്ചു കെട്ടിയിരിക്കുകയാണ്. എന്നാൽ ഭയത്തോടെ കഴിയുന്ന ശിഷ്യന്മാരുടെ അടുക്കളയിലേക്ക് യേശു കർത്താവ് അവരുടെ നടുവിലേക്ക് ഇറങ്ങി വന്നിട്ട് അവരോട് പറയുന്നത് നിങ്ങൾക്ക് സമാധാനം. അതിനോടൊപ്പം അവരോട് പറയുകയാണ്, നിങ്ങളുടെ ഞാൻ എന്റെ പരിശുദ്ധാത്മാവിനെ അയക്കുകയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ വേണ്ടി നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞ യേശു കർത്താവ് അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ നൽകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ശിഷ്യരായിരിക്കുമ്പോൾ കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എപ്പോഴും നമ്മളോട് കൂടെ ഇരിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സാഹചര്യങ്ങളിലും നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിഷ്യനായി നാം തീരുമ്പോൾ, അല്ലെങ്കിൽ ശിഷ്യത്വത്തിലേക്ക് നമ്മെ നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, സർവശക്തനായ ദൈവം അന്ന് മുതൽ നമ്മെ നയിക്കുവാനും തന്റെ പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് അയച്ച് നമ്മുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും കർത്താവ് ഏറ്റെടുക്കും എന്നുള്ളതാണ്. എന്നാൽ കർത്താവ് നമ്മളെ ശിഷ്യരാക്കി തീർക്കുമ്പോൾ നമുക്കൊരു വലിയ ഉത്തരവാദിത്തം കൂടി ഉണ്ട് എന്നുള്ളതാണ്. ഒരു വലിയ മിഷൻ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. ആ മിഷൻ എന്ന് പറയുന്നത് നമ്മളായിരിക്കുന്ന ഈ ലോകത്തിൽ യേശു കർത്താവിനെ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ്. യേശു കർത്താവിനെ ഈ ലോകത്തിലേക്ക് നമ്മുടെ ജീവനയിടങ്ങളിൽ, നമ്മുടെ സ്ഥലങ്ങളിൽ, നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിൽ, നമ്മുടെ ജോലി സ്ഥാപനങ്ങളിൽ, നമ്മുടെ വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ നാം സ്വീകരിച്ച ഈ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാൻ, മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് പ്രിയമുള്ളവരെ നമ്മെ ഏൽപ്പിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം. ഇന്ന് പകരം ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. ഈ ഒരു വലിയ ദൗത്യം ഏറ്റെടുക്കേണ്ടുന്ന ആളുകളാണ് നമ്മൾ. ശിഷ്യത്വത്തിന്റെ ഏറ്റവും അവസാനത്തെ ഉത്തരവാദിത്തം എന്ന് പറയുന്നതാണ് ക്രിസ്തുവിനെ നമ്മളായിരിക്കുന്ന ലോകത്തിൽ നമുക്ക് കാണിച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കും. ഒരു പക്ഷേ നാം ആയിരിക്കുന്ന ഇന്നത്തെ ലോകം വളരെ പ്രതിസന്ധികളും അത്തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഉള്ള ഒരു ലോകത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. കാരണം നമ്മൾ രാഷ്ട്രീയപരമായിട്ടൊക്കെ ചിന്തിക്കുമ്പോൾ ഇന്ന് ക്രൈസ്തവ സമൂഹം വലിയ രീതിയിലുള്ള പീഡനങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ലോകത്തിൽ, നമ്മുടെ പ്രദേശമായിരിക്കുന്ന രാജ്യത്തിൽ നേരിടുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. പലപ്പോഴും
നിങ്ങൾക്ക് ഏറ്റവും പരിചിതനായിട്ടുള്ള വ്യക്തിയാണ്, മറ്റാരുമല്ല, അത് ദാനിയേൽ പ്രവാചകനാണ് എന്നുള്ളതാണ്. ദാനിയേൽ പ്രവാചകന്റെ ജീവിതത്തിന് വലിയ വലിയ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മാതൃകയാക്കാൻ പറ്റിയ ഒരു വ്യക്തിത്വമാണ് ദാനിയേൽ പ്രവാചകൻ. ഒരു പക്ഷേ നാം ഇപ്പം ആയിരിക്കുന്ന ഈ സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തികമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ദാനിയേൽ നമുക്ക് നല്ല ഒരു മോഡലായി എപ്പോഴും സ്വീകരിക്കുവാനായിട്ട് സാധിക്കും. ദാനിയേൽ പ്രവാചകനെ കുറിച്ച് നമുക്കറിയാം, ചരിത്ര സംഭവമാണ്. നെബൂഖദ്നേസർ രാജാവ് യെരൂശലേം ആക്രമിച്ചപ്പോൾ അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് പോയി. ആ പിടിച്ചെടുത്തുകൊണ്ട് പോയപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുകയും ചെയ്തു, മിടുക്കന്മാരായിട്ടുള്ള കഴിവുള്ള ചെറുപ്പക്കാരെയും തന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അതിന്റെ ഭാഗമായി പിടിച്ചുകൊണ്ട് പോയ 3 ചെറുപ്പക്കാരിൽ ഒരു വ്യക്തിയാണ് ദാനിയേൽ എന്ന് പറയുന്ന വ്യക്തി. എന്നാൽ ദാനിയേലിനെ അടിമയായിട്ടാണ് പിടിച്ചുകൊണ്ട് പോയെങ്കിലും ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, രാജ്യം ഭരിക്കുവാൻ ദാരിയോസ് രാജാവ് 120 ദേശാധിപന്മാരെ തെരഞ്ഞെടുത്തു എന്നാണ് പറയുന്നത്. രാജ്യം ഭരിക്കുവാൻ വേണ്ടി 120 ദേശാധിപന്മാരെ തെരഞ്ഞെടുത്തു. ആ 120 പേർക്ക് 3 അധ്യക്ഷന്മാരെ തെരഞ്ഞെടുത്തു. ആ 3 അധ്യക്ഷന്മാരിൽ ഒരാളായി ഈ ദാനിയേൽ തീർന്നു എന്നതാണ്. കാരണം അവൻ അത്രത്തോളം മിടുക്കനായ ഒരു മനുഷ്യനായിരുന്നു എന്നതുകൊണ്ടാണ് അവനെ അത്തരത്തിൽ ഒരു ദേശാധിപന്മാരുടെയും അധ്യക്ഷനായി അവനെ ആക്കിയത് എന്നുള്ളതാണ്. അതിന്റെ 3-ാം വാക്യം, 6-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വീണ്ടും രേഖപ്പെടുത്തുന്നുണ്ട്, രാജാവ് തന്റെ രാജ്യത്തിലെ സകല അധികാരത്തിനും ഉടമയായി, അല്ലെങ്കിൽ സകല അധികാരമുള്ള വ്യക്തിയായി ദാനിയേലിനെ മാറ്റുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നതിന്റെ 3-ാം വാക്യത്തിൽ പറയും. പ്രിയമുള്ളവരെ, ദൈവം ഒരുവരെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ ശിഷ്യനായി ഒരുവൻ മാറിക്കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണ് എന്ന് ദാനിയേലിന്റെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. കാരണം ഇവിടെ ദാനിയേലിന്റെ ജീവിതം പിന്നീട് ഉയർച്ചയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഈ വാക്യങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ അങ്ങനെ പോകുന്ന സമയത്ത് ദാനിയേലിന്റെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാകുന്നുണ്ട്. നാം ഇന്നലെ ചിന്തിച്ചതുപോലെ ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് പ്രതിസന്ധികളും പ്രതികൂലങ്ങളൊക്കെ നിറഞ്ഞ ജീവിതം തന്നെയാണ്. ഇവിടെ ദാനിയേലിന്റെ ജീവിതത്തിലും വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നതാണ്. ആ പ്രതിസന്ധി എന്ന് പറയുന്നത്, ദാനിയേൽ വളരെ മിടുക്കനായിരുന്നത് കൊണ്ട് തന്നെ അവനെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും വിശ്വസ്തയോടുകൂടി ചെയ്യുന്നത് കൊണ്ട് അവനെ ആശ്രയിക്കുന്ന, രാജാവ് പറയുന്ന കാര്യങ്ങളൊക്കെ ഏറ്റവും ഭംഗിയായി നിർവഹിക്കുന്നത് കൊണ്ട് തന്നെ അവനോട് അസൂയുള്ള ഒരുപാട് ആളുകൾ അവരോടൊപ്പം ഉണ്ടായിരുന്നു എന്നതാണ്. പൊതുവെ ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു മിടുക്കനായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ പൊതുവെ നമുക്കൊക്കെ പോകുന്ന ഒരു വികാരമാണിത്, അസൂയയും കുശുമ്പും. ഇവിടെ അത് തന്നെയാണ് ദാനിയേലിനോട് ഉണ്ടായിരുന്നത് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബാക്കിയുള്ള ആളുകളുടെ ഏറ്റവും അവരുടെ ജീവിതത്തിൽ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്, എങ്ങനെയെങ്കിലും ദാനിയേലിനോടുള്ള രാജാവിന്റെ പ്രീതി, അല്ലെങ്കിൽ ദാനിയേലിനോടുള്ള രാജാവിന്റെ ഒരു അമിതമായ പരിഗണന, അതെങ്ങനെയെങ്കിലും നഷ്ടപ്പെടുത്തി കളയണം എന്നുള്ള ഒരു വലിയ ചിന്ത അവർക്കുണ്ടായി. അത് അവരുടെ വലിയൊരു ലക്ഷ്യമായി മാറി എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടിയാണ് ഇങ്ങനെ ദാനിയേലിനെ ഏത് വിഷയത്തിൽ കൊടുക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് അവരിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ദാനിയേലിനെ കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നു. അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദാനിയേൽ ദൈവസന്നിധിയിൽ വിശ്വസ്തനായ മനുഷ്യനായിരുന്നത് കൊണ്ട് അവരെ ഒരു കാര്യത്തിലും എന്ത് ചെയ്തില്ല, അവർക്ക് കൊടുക്കുവാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ദാനിയേലിന്റെ ജീവിതത്തിന്റെ 1-ാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ദാനിയേൽ വാസ് ഫെയ്ത്ത്ഫുൾ എന്നുള്ളതാണ്. ദാനിയേൽ വിശ്വസ്തനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അവൻ അവന്റെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളിലും, എല്ലാ സാഹചര്യങ്ങളിലോടും ദൈവത്തോട് വിശ്വസ്തത വെച്ച് പുലർത്തുവാൻ ദാനിയേലിന് സാധിച്ചു എന്നുള്ളതാണ്. ദാനിയേൽ ദൈവസന്നിധിയിൽ വിശ്വസ്തനാണ് എന്ന് പറയുമ്പോൾ സങ്കീർത്തനക്കാരൻ ആ ഒരു സാഹചര്യത്തെ പറയുന്നുണ്ട്. സങ്കീർത്തനത്തിൽ പറയുന്നത്, വിശ്വസ്തന്മാരില്ലാതെ പോകുന്ന ഒരു കാലഘട്ടം
അങ്ങനെ അദ്ദേഹം ആ ഭവനത്തിലെ ഓരോ ഭാഗങ്ങളും കൃത്യമായി കണ്ടു. അതൊക്കെ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. ഏറ്റവും ഒടുവിൽ ആ ഭവനത്തിന്റെ ടെറസിൽ അദ്ദേഹം കയറി ഇരുന്നപ്പോൾ അദ്ദേഹം കാണുന്നത് മനോഹരമായ ഒരു കടൽ അദ്ദേഹത്തിന് കാണുവാനായിട്ട് സാധിച്ചു. ആ കടലിൽ അദ്ദേഹം നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഈ മന്ത്രി അടുത്ത് വന്നു. അപ്പോൾ ഇവർ തമ്മിൽ സംസാരിച്ചു. അപ്പൊ നമ്മുടെ മന്ത്രി അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെയാണ് ഇത്രയും വലിയൊരു ഭവനം നിങ്ങൾക്ക് പണിയുവാനായിട്ട് സാധിച്ചത്? ഈ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ പണിയുവാനായിട്ട് സാധിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, താങ്കൾ അങ്ങോട്ട് നോക്കൂ, മനോഹരമായ ഒരു കടൽ നിങ്ങൾ കാണുന്നില്ലേ? അപ്പൊ മന്ത്രി പറഞ്ഞു, മനോഹരമായ ഒരു കടൽ ഞാൻ കാണുന്നു. അതിന്റെ മുകളിലൂടെ മനോഹരമായ ഒരു പാലം പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു? അവർ പറഞ്ഞു, കണ്ടു. മനോഹരമായ ഒരു ബ്രിഡ്ജാണ് അതിന്റെ മുകളിലൂടെ പോകുന്നത്. ആ ബ്രിഡ്ജ് പണിതതിന്റെ 10% എന്റെ ഈ ഭവനം എന്ന് അവിടുത്തെ മന്ത്രി പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിന്റെ 10% അദ്ദേഹം എന്ത് ചെയ്തു? തന്റെ സ്വന്തം ഭവനത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി ഏറ്റെടുത്ത് വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞു. ആ മന്ത്രി നമ്മുടെ നാട്ടിൽ വന്നു. ഈ മന്ത്രിയെ കണ്ടു. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ പോയപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയത് കൊണ്ട് തന്നെ ഈ മന്ത്രി എന്ത് ചെയ്തു? അദ്ദേഹത്തെ ഭക്ഷണം കഴിക്കുവാനായിട്ട് വീട്ടിൽ കൊണ്ടുപോകുന്നു. ഈ നമ്മുടെ മന്ത്രിയുടെ ഭവനത്തിൽ വന്നപ്പോൾ അദ്ദേഹം വീട്ടിൽ, കാരണം അദ്ദേഹത്തിന്റെ വീടിനെക്കാട്ടിലും വലിയൊരു വീട് ഇവിടെ പണിതു വെച്ചിരിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന് അത്ഭുതം തോന്നി. ഇതുപോലെ തന്നെ നമ്മുടെ മന്ത്രിയോട് ചോദിച്ചു, എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ മന്ത്രി പറഞ്ഞു, താങ്കൾ അങ്ങോട്ട് ദൂരോട്ട് നോക്കൂ, മനോഹരമായ കടൽ കാണുന്നില്ലേ? അപ്പൊ അദ്ദേഹം കാണുന്നുണ്ട്, മനോഹരമായ കടൽ കാണുന്നുണ്ട്. അതിന്റെ മേളിൽ കൂടെ മനോഹരമായ ഒരു പാലം പോകുന്നില്ലേ? മന്ത്രി മനോഹരമായ പാലം ഞാൻ കാണുന്നില്ല. അതിന്റെ മേളിൽ കൂടെ പോകുന്ന പാലമാണ് ഈ ഭവനം എന്ന് പറഞ്ഞു. അപ്പോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ പലപ്പോഴും എന്ത് ചെയ്യുന്നത് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളെ ഏൽപ്പിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾക്ക് വിശ്വസ്തരായി തീരുവാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും വിശ്വസ്തരായിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ എല്ലാവരും, അത് ഭർത്താവിനോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും മക്കളോടാണെങ്കിലും മാതാപിതാക്കളോടാണെങ്കിലും സഭയിലായാലും സമൂഹത്തിലായാലും നമ്മുടെ ജോലി സ്ഥാപനങ്ങളിലായാലും എപ്പോഴും നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? വിശ്വസ്തരായിരിക്കണം എന്നുള്ളതാണ്. കളവ് അല്ലെങ്കിൽ കള്ളത്തരം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുവാനായിട്ട് പാടില്ല. കാരണം നാം ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ആളുകളാണ്. കർത്താവായ യേശു ക്രിസ്തു ഒരിടത്തും നേരിട്ടില്ല, ഒരു കള്ളത്തരവും കാണിച്ചിട്ടില്ല. അതുകൊണ്ട് ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യുന്നവരാണ് നാം എങ്കിൽ നാം എപ്പോഴും എങ്ങനെയുള്ളവരായിരിക്കണം? വിശ്വസ്തരായിരിക്കണം. ദാനിയേൽ അവൻ വിശ്വസ്തനായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ അതുകൊണ്ട് ഈ ദാനിയേൽ വിശ്വസ്തനായിരുന്നത് കൊണ്ട് തന്നെ ദാനിയേലിനെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കുടുക്കുവാനായിട്ട് സാധിച്ചില്ല എന്നുള്ളത്. അങ്ങനെ ഈ സംഘം വീണ്ടും ദാനിയേലിനെതിരെ പദ്ധതികൾ ഇങ്ങനെ തയ്യാറാക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇവരെ കൂട്ടണം. അങ്ങനെ നോക്കിയപ്പോൾ ഇവർക്ക് ഒരു കാര്യം പിടികിട്ടി. ഇവരെ ദാനിയേലിനെ അവന്റെ ആത്മീയ ജീവിതം വെച്ച് എന്ത് ചെയ്യാം? തീർച്ചയായും കൊടുക്കുവാനായിട്ട് സാധിക്കും. കാരണം അവരുടെ ആത്മീയ മനുഷ്യനാണ് എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി അവർ ചെയ്ത ഒരു കാര്യം, ഇവർ നേരെ രാജാവിനെ അടുപ്പിച്ചുകൊണ്ട് രാജാവിനെ കൊണ്ട് ഒരു വലിയ കൽപ്പന പുറപ്പെടുവിച്ചു. ആ കൽപ്പന എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. രാജാവ് ഇതുപോലെ തന്നെ എന്ത് ചെയ്തു? ഒരു ബിംബം ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പൊ ഇനിയുള്ള സമയങ്ങളിൽ രാജാവ് നിർത്തിയ പ്രതിബിംബത്തെ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ? ആരാധിക്കാവുള്ളൂ എന്നൊരു വലിയ കൽപ്പന രാജാവിനെ കൊണ്ട് എന്ത് ചെയ്തു? ഇവർ പുറപ്പെടുവിച്ചു എന്നുള്ളതാണ്. വെറുതെ പുറപ്പെടുവിക്കുകയല്ല, അതിനോടുകൂടി ഒരു കാര്യം കൂടി പറഞ്ഞു. ഈ ബിംബത്തെ വണങ്ങിയില്ലെങ്കിൽ അവന്റെ സ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? സിംഹത്തിന്റെ കുഴിയിലാണ് എന്നുള്ളതാണ്. സിംഹത്തിന്റെ നടുവിൽ പോയി കിടക്കേണ്ടുന്ന സാഹചര്യം എന്നുള്ളതാണ്. ഈ പദ്ധതികൾ ആവിഷ്കരണം ചെയ്ത ആളുകൾക്ക് ഉറപ്പാണ് ദാനിയേൽ എന്ത് ചെയ്യില്ല? ഈ രാജാവ് നിർത്തിയ പ്രതിബിംബത്തെ ഒരു കാരണവശാലും വണങ്ങില്ല. അത് ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് ദാനിയേലിനെ ഇങ്ങോട്ട് പറഞ്ഞു വിടാം, സിംഹത്തിന്റെ കുഴിയിൽ തള്ളിയിടാം എന്ന് പറയുക. എന്നാൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരം ഒരു കൽപ്പന രാജാവ് പുറപ്പെടുവിച്ചപ്പോൾ ദാനിയേലിനെ കുറിച്ച് പറയുന്നത്, ദാനിയേൽ നേരെ
ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്ത് കാര്യമാണോ ചെയ്യരുത് എന്ന് പറഞ്ഞത് ആ കാര്യങ്ങൾ ചെയ്തു. ദാനിയേൽ ചെയ്തു എന്നുള്ളതാണ്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വാക്ക്, അവൻ എന്നും ചെയ്തതുപോലെ തന്നെ അവൻ പതിവ് പോലെ ദൈവമുമ്പാകെ മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. ദാനിയേലിന്റെ ജീവിതത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ദാനിയേൽ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു എന്നുള്ളതാണ്. ഡാനിയേൽ വാസ് എ മാൻ ഓഫ് പ്രയർ എന്നുള്ളതാണ് ദാനിയേലിന്റെ ജീവിതത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത. അവൻ പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. അവൻ പ്രാർത്ഥന വിട്ടൊരു ജീവിതം ദാനിയേലിന് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. തന്റെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാൻ പാടില്ല എന്നൊരു പ്രതിസന്ധി വന്നപ്പോഴും താൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ താൻ സിംഹത്തിന്റെ കുഴിയിൽ പോയി കിടക്കണമെന്നുള്ള സാഹചര്യം അവന്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോഴും അവൻ ചെന്നത്, അവൻ ചെയ്തത്, അവൻ എന്താണോ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ദൈവമുമ്പാകെ മുട്ടുകളെ മടക്കി പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. ദാനിയേലിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിരുന്നു അവൻ പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ശിഷ്യനായി തീരുമ്പോൾ നമുക്കും ഈ ഒരു പ്രാർത്ഥനാ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നാം പ്രാർത്ഥന മനുഷ്യനായിരിക്കണം എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടുന്ന ഒരു കാര്യം. എന്നാൽ ഇന്ന് ക്രൈസ്തവ ജീവിതം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇന്ന് പ്രാർത്ഥന നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പണ്ട് കാലത്ത് അപ്പച്ചനും അമ്മച്ചന്മാരൊക്കെ പറയുന്നതേക്കാം, ക്രിസ്ത്യാനികളുടെ വീട് തിരിച്ചറിയാൻ പറ്റുമെന്നാണ് പറയുന്നത് രാത്രി കാലം. എന്തുകൊണ്ടാണ് അത് പറയുന്നത് എന്ന് ചോദിച്ചാൽ എന്താണ്, രാത്രി സമയങ്ങളിൽ എല്ലാ ക്രിസ്ത്യാനികളുടെ വീട്ടിൽ നിന്നും എന്ത് കേൾക്കാം? പാട്ടും പ്രാർത്ഥനയും ഒക്കെ കേൾക്കാം എന്നുള്ളത്. പക്ഷെ ഇന്ന് ഏതെങ്കിലും ഭവനത്തിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു അനുഭവത്തെ ഉണ്ടാകുവാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നുള്ളതാണ്. ഈ പൊതുവെ ഞങ്ങൾ അച്ഛന്മാർ പറയാറുണ്ട്, ഞങ്ങൾക്ക് വീട് സന്ദർശിക്കുവാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം എപ്പോഴാണ്? വൈകുന്നേര സമയത്താണ്. നിങ്ങൾ വൈകുന്നേരമാണ് ഭവനത്തിലുള്ളത്. പക്ഷേ ഞങ്ങൾക്കിപ്പോൾ വൈകുന്നേരത്തെ ഭവനങ്ങൾ സന്ദർശിക്കാൻ വലിയ പ്രയാസം. എന്താണെന്ന് അറിയാമോ? ഈ വൈകുന്നേരം ചെന്ന് കഴിഞ്ഞാൽ ആളുകൾ ഭയങ്കര അസ്വസ്ഥരാണ് എന്നുള്ളതാണ്. ഞങ്ങളൊക്കെ അവിടെ ഭവനങ്ങളിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ 7 മണി തൊട്ട് പിന്നെ ഇങ്ങനെ സീരിയലുകളുടെ സമയം 7 തൊട്ട് 7 വരെ, 7 തൊട്ട് 8 വരെ, 8 തൊട്ട് 8:30 വരെ, 8 തൊട്ട് 9 വരെ, അങ്ങനെ. അപ്പൊ ഏതെങ്കിലും നമുക്കറിയാം സീരിയൽ അവസാനിപ്പിക്കുന്നത് നമ്മളെ ഒരു പ്രതീക്ഷയുടെ മുൻമുന്നിൽ നിർത്തുക. അപ്പൊ അതിന്റെ ബാക്കി എന്താണ് എന്ന് കാണണം എന്നുള്ള വലിയ ആഗ്രഹത്തോടെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ ചെയ്യുന്നത് വൈകുന്നേരം അങ്ങോട്ട് ചെല്ലുന്നത്. ചില ആളുകൾ വളരെ പ്രയാസപ്പെട്ട ജീവി എന്ത് ചെയ്യും? ഓഫ് ചെയ്യും. എന്നാൽ ചില ആളുകൾ എന്ത് ചെയ്യും? മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് ഇടയ്ക്ക് അച്ഛനെ നോക്കും, ഇടയ്ക്ക് ഇവിടെ നോക്കും. ഇങ്ങനെയാണ് നമ്മളിങ്ങനെ ഒരുപാട് ഇങ്ങനെ കഥകളി എന്ത് ചെയ്യും? അവിടെ കാണാനായിട്ട് ശ്രമിക്കും. നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിനായിരിക്കില്ല അവർ ഉത്തരം പറയും. കാരണം ഇന്ന് നമ്മുടെയൊക്കെ ക്രൈസ്തവ ഭവനങ്ങളിൽ വൈകുന്നേരങ്ങളിൽ ദൈവത്തിനുള്ള സമയം ചെയ്തിരിക്കുന്നു, മാറിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് പകരം TV സീരിയലുകളും റിയാലിറ്റി ഷോകളൊക്കെ എന്ത് ചെയ്തു? സ്ഥാനം പിടിച്ചിരിക്കും. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഇന്നത്തെ തലമുറകളിൽ ദൈവത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഒരുപാട് അകന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ ദേവാലയം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അതാണ്. യുവജനങ്ങളെ എന്ത് ചെയ്യുന്നില്ല? ദേവാലയത്തിൽ കാണാൻ പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ്. കാരണം അവർക്ക് ഇതുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ല. കാരണം വീട്ടിൽ കിട്ടിയാലേ, വീട്ടിൽ അറിഞ്ഞാലേ, വീട്ടിൽ പ്രാർത്ഥിച്ചാലേ അവർ ചെയ്യുള്ളൂ, ദേവാലയത്തിൽ വരികയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് ഇടയ്ക്ക് മാതാപിതാക്കൾ വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കി
കുറിച്ചുള്ള ഒരു പ്രതികരണമുണ്ട്. അവൻ പ്രതികരിക്കുന്നത് ഇപ്രകാരമാണ്. ദാനിയേൽ രാജാവിനോട് 21-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, രാജാവേ, നീ ദീർഘായുസ്സോടുകൂടി ഇരിക്കണം. തന്നെ സിംഹത്തിന്റെ കുഴിയിൽ ഇട്ട മനുഷ്യനോട് പറയുകയാണ്, നീ എങ്ങനെ ഇരിക്കണം? നീ ദീർഘായുസ്സോടുകൂടി ഇരിക്കണം എന്നുള്ളതാണ്. എങ്ങനെ ദാനിയേലിനോട് പറയാൻ പറ്റുന്നു എന്നുള്ളതാണ്. നമ്മളെയൊക്കെ ഒരു ദിവസം ഒരാൾ നോക്കി ചിരിച്ചില്ല എങ്കിൽ നമ്മളൊരു 100 കുറ്റം അയാളെ പറയുമെന്നുള്ളതാണ്. അപ്പൊ ഏതെങ്കിലും തരത്തിൽ നമ്മളെ വേദനിപ്പിക്കുകയാണ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അയാളെ എങ്ങനെ തകർക്കണം എന്നുള്ളതായിരിക്കും നമ്മുടെയൊക്കെ ചിന്താഗതി എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ദാനിയേൽ പറയുന്നു, രാജാവേ, നീ ദീർഘായുസ്സോടുകൂടി ഇരിക്കണം, നീ അനുഗ്രഹിക്കപ്പെടണം എന്ന് ദാനിയേൽ പറയുകയാണ്. തന്നെ ഉപദ്രവിച്ചവൻ, തന്നെ വേദനിപ്പിച്ചവൻ, തന്നെ ബുദ്ധിമുട്ടിപ്പിച്ചവൻ, തന്നെ പ്രയാസത്തിന്റെ അനുഭവത്തിലൂടെ കടത്തിവിട്ട ആളിനെ അനുഗ്രഹിക്കുന്ന ദാനിയേലിനെയാണ് നമ്മൾ അവിടെ കാണുന്നത്. അവന്റെ സ്വഭാവത്തിൽ അത് വലിയൊരു മാറ്റത്തെ നമുക്ക് അവിടെ ദർശിക്കാം. ക്രിസ്തു നമുക്ക് പറഞ്ഞു തരുന്നത് അത് തന്നെയാണ്. 7 അല്ല 70 വട്ടം എന്ത് ചെയ്യണം? ക്ഷമിക്കണമെന്ന് ക്രിസ്തു പറയുക. നിന്റെ ഒരു ചെവികൾ അടിക്കുന്നവനെ എന്ത് ചെയ്യണം? മറു ചെവികൾ കൂടി കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ക്രിസ്തു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്. നമ്മെ വേദനിപ്പിക്കുന്നവരെയും നമ്മെ ദുഃഖിപ്പിക്കുന്നവരെയും നമ്മെ പരിഹസിക്കുന്നവരെയൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ഈ 3 പ്രത്യേകതകൾ ദാനിയേലിന് ഉണ്ടായതുകൊണ്ട് തന്നെ അവിടെ അതിന്റെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ, 26-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ രാജാവ് വലിയൊരു പ്രഖ്യാപനം നടത്തുകയാണ്. രാജാവ് പറയുകയാണ്, അതിന് 26-ാമത്തെ വാക്യം, എന്നെ രാജാധിപത്യത്തിൽ ഉൾപ്പെട്ട ഏവരും ദാനിയേലിന്റെ ദൈവത്തിന്റെ മുമ്പാകെ ഭയഭക്തിയോടുകൂടി ഇരിക്കണമെന്ന് ഞാൻ ഒരു തീർപ്പ് കൽപ്പിക്കുന്നു. അവൻ ജീവനുള്ള ദൈവവും എന്നേക്കും നിലനിൽക്കുന്നവനും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും അവന്റെ ആധിപത്യം അവസാനം വരാത്തതും ആകും എന്നാണ് പറയുന്നത്. അതായത് ഈ രാജാവ് തിരിച്ചറിയുകയാണ്, ദാനിയേലിന്റെ ദൈവമാണ് ജീവനുള്ള ദൈവം. ആ ദൈവത്തെയാണ് ഇനി മുതൽ താനും തന്റെ രാജ്യവും ആരാധിക്കേണ്ടുന്നത് എന്നത് രാജാവ് പ്രഖ്യാപിക്കുകയാണ്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, ദാനിയേൽ എപ്പോഴെങ്കിലും ഈ രാജാവിനോട് പറഞ്ഞിട്ടുണ്ടോ, ഞാൻ ആരാധിക്കുന്ന ദൈവമാണ് ജീവനുള്ള ദൈവം? പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഞാൻ ആരാധിക്കുന്ന ദൈവമാണ് സത്യദൈവം എന്ന് ദാനിയേൽ ഒരിക്കലും പോലും പറഞ്ഞിട്ടില്ല, രാജാവിനോട് പറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ എങ്ങനെ രാജാവിന് മനസ്സിലായി ദാനിയേലിന്റെ ദൈവമാണ് ജീവനുള്ള ദൈവമെന്ന്? ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ദാനിയേൽ അവന്റെ ജീവിതം കൊണ്ട് ദൈവത്തെ കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്. തന്റെ ജീവിതം കൊണ്ട്, തന്റെ ജീവിതത്തിലുണ്ടായ പ്രത്യേകതകൾ കൊണ്ട് ജീവനുള്ള ദൈവത്തെ രാജാവിനെ കാണിച്ചു കൊടുക്കുവാൻ, ആ ദൈവത്തിലേക്ക് രാജാവിനെ നയിക്കുവാൻ ഇവിടെ ദാനിയേലിന് സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് തന്നെ വരട്ടെ. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ മിഷൻ എന്ന് പറയുന്നത് ക്രിസ്തുവിനെ ഈ ലോകത്തിൽ പ്രസന്റ് ചെയ്യുക എന്നതാണ്. ക്രിസ്തുവിനെ ഈ ലോകത്തിൽ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. എങ്ങനെ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാൻ സാധിക്കും? ഈ കലുഷിതമായ ലോകത്തിൽ, രാഷ്ട്രീയപരമായി ഇത്രയധികം എതിർപ്പുകളുള്ള ലോകത്തിൽ നമുക്ക് എങ്ങനെ ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാനിയേലാണ് നമുക്ക് മുമ്പിൽ നിൽക്കുന്ന ഏറ്റവും വലിയ മോഡൽ എന്ന് പറയുന്നത്. ദാനിയേലിനെ പോലെ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ നാം ക്രമീകരിക്കുക. നാം ദൈവത്തോട് എപ്പോഴും വിശ്വസ്തതയുള്ളവരായിരിക്കുക. അത് ദൈവത്തോട് മാത്രമല്ല, നമ്മുടെ എല്ലാ ബന്ധങ്ങളിലും, നമ്മെ ഏൽപ്പിക്കുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളിലും നാം ഈ വിശ്വസ്തത വെച്ച് പുലർത്തുക. മാത്രമല്ല, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം അത് നമ്മളെപ്പോഴും മുറുകെ പിടിക്കുക. ദാനിയേലിനെ പോലെ എല്ലാ സമയങ്ങളിലും, അത് സന്തോഷം വന്നാലും, സങ്കടം വന്നാലും, ഭാരം വന്നാലും, പ്രയാസം വന്നാലും, ഏത് സമ്മിശ്രമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും അവിടെയൊക്കെ പ്രാർത്ഥനാ ജീവിതം മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥനാ മനുഷ്യനായി നാം തീരുക എന്നുള്ളതാണ്. മൂന്നാമത് ദാനിയേലിന്റെ ജീവിതത്തിലൂടെ നാം കണ്ടത്, തന്നെ വേദനിപ്പിച്ചവരെ, തന്നെ പ്രയാസപ്പെടുത്തിയവരെ അനുഗ്രഹിക്കുന്നതാണ്. അങ്ങനെ അവന്റെ എല്ലാ സ്വഭാവത്തിലും ദൈവത്തിന്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുവാനായിട്ട് ദാനിയേലിന് സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്കും നമ്മുടെ ജീവിതത്തിലൂടെ ക്രിസ്തുവിന്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുവാനായിട്ട്
നീ ദേവാലയത്തിൽ, നാം ഓരോരുത്തരും ദേവാലയത്തിൽ കടന്നു വരുമ്പോൾ, ദൈവത്തെ ആരാധിക്കുവാനായി ദേവാലയത്തിൽ കടന്നു വരുമ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം ആ കുർബാന സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ പോകുന്ന ഇടത്ത് നിങ്ങൾ കുർബാനയായി രൂപാന്തരപ്പെടണം എന്നുള്ളതാണ് അവർ പഠിപ്പിക്കുന്ന മിഷൻ എന്ന് പറയുന്നത്. അതായത് ദേവാലയം വിട്ട് ഒരു മനുഷ്യൻ പോകുമ്പോൾ അവൻ ദേവാലയത്തിൽ നിന്ന് അനുഭവിച്ച ആ ദൈവത്തിന്റെ കൃപ, ആ ദൈവത്തിന്റെ അനുഗ്രഹം, ആ ദൈവിക കർമ്മ, എന്തൊക്കെ അനുഗ്രഹം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ ആ അനുഗ്രഹം നമ്മളായിരിക്കുന്ന ലോകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, പ്രതിഫലിപ്പിക്കുവാനായിട്ട് സാധിക്കണമെന്നുള്ളതാണ്. നാം ഇന്ന് ഇവിടെ കർത്താവിന്റെ സന്നിധിയിൽ തിരുമേശയ്ക്ക് അടുത്ത് വന്ന് കർത്താവിന്റെ ശരീരരക്തങ്ങൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ അവന്റെ ശരീരത്തോട് ചെയ്യുകയാണ്, അവന്റെ ശരീരത്തോട് ചേരുകയാണ്. അങ്ങനെ നമ്മൾ ആ ശരീരം ഏറ്റെടുത്തുകൊണ്ട് ലോകത്തിലേക്ക് പോകുമ്പോൾ ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായി നാം തീരണം എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കി തീർക്കുന്നത്. അതുകൊണ്ട് ഈ അനുഗ്രഹിക്കപ്പെട്ട ദേവാലയത്തിൽ ഇരിക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട ജനങ്ങളോടും ഇന്ന് പകലിൽ എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത്, നിങ്ങളുടെ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ സുവിശേഷീകരിക്കുക എന്നുള്ളതാണ്. ഈ ക്രിസ്തുവിനെ ലോകത്തിൽ നിങ്ങളായിരിക്കുന്ന എല്ലാ ഇടങ്ങളിലും ദാനിയേലിനെ പോലെ നമ്മുടെ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം. അത്തരത്തിൽ ക്രിസ്തു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ നാം ഏറ്റെടുക്കുമ്പോൾ നിശ്ചയമായും ദാനിയേലിനെ സിംഹത്തിന്റെ കുഴിയിൽ നിന്ന് കാത്തു പരിപാലിച്ച ദൈവം ഒരുപക്ഷെ അതുതന്നെയായിരിക്കും നമ്മൾ ഇത്തരത്തിൽ ജീവിതത്തിൽ വിശ്വസ്തരായിരിക്കുമ്പോഴും പ്രാർത്ഥനാമനുഷ്യരായിരിക്കുമ്പോഴും നമ്മളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കുമ്പോഴും അത്തരത്തിൽ ദൈവിക സ്വഭാവത്തോടുകൂടി ലോകത്തിലായിരിക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ഈ സിംഹക്കുഴിയിലേക്ക് ചെങ്ങാലിലേക്ക് യഹോവയുടെ അനുഭവങ്ങൾ നമുക്കുണ്ടാകും. പക്ഷേ ആ അനുഭവങ്ങളുടെ മധ്യയും ദൈവം നമ്മെ വഴി നടത്തും എന്നുള്ളതാണ് ദൈവം നമുക്ക് നൽകുന്ന ഉറപ്പ്. ഈ സിംഹത്തിന്റെ കുഴിയിലാകപ്പെട്ടോട്ടെ, സിംഹത്തിന്റെ വായുടെ പോയി നിന്നോട്ടെ, പക്ഷെ സിംഹം എപ്പോൾ നിന്റെ മുമ്പിൽ വാ തുറക്കണമെന്ന് തീരുമാനിക്കുന്നവരായ ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങൾ ആരാധിക്കുന്നത് എന്നൊരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ട് ഏത് ജീവിത സാഹചര്യങ്ങളിലും ദൈവത്തിന് വേണ്ടി നിൽക്കുവാനായിട്ട്, ദൈവത്തെ സാക്ഷീകരിക്കുവാൻ വേണ്ടി, നമ്മുടെ ജീവിതം കൊണ്ട് നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനെ ഉയർത്തുവാനായിട്ട് ദൈവം എന്നെയും നിങ്ങളെയും ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായി വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ വിളിയോട് വളരെ ക്രിയാത്മകമായി പ്രതികരിച്ചുകൊണ്ട് ഈ നാളുകളിൽ ക്രിസ്തുവിന്റെ ശിഷ്യനായി തീരാൻ നമ്മുടെ ജീവിതം